കാന്താര ചാപ്റ്റർ 1-ഉം ഋഷഭ് ഷെട്ടിയും ഒക്കെയാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ വലിയ ചർച്ചാ വിഷയങ്ങൾ. ആ കാന്താരയ്ക്കും നമ്മുടെ ആ ഋഷഭ് ഷെട്ടി സംവിധായകൻ നടനുമായ ഋഷഭ് ഷെട്ടിക്കും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് മലപ്പുറമായിട്ട്. മലപ്പുറവും ഋഷഭ് ഷെട്ടിയും തമ്മിൽ എന്താണ് ബന്ധം? ഋഷഭ് ഷെട്ടിയുടെ ആശാന് നമ്മുടെ മലപ്പുറത്തുകാരനാണ്. നമുക്കത് പരിചയപ്പെടാം. കാന്താരയിലെ ഋഷഭ് ഷെട്ടിയുടെ മെയ്വഴക്കവും പയറ്റും ചുവടുമൊക്കെ കണ്ടവർക്കറിയാം. രോമാഞ്ചം വരും. അത് ചുമ്മാതങ്ങനെ ഉണ്ടായതല്ല, ഉണ്ടാക്കിയെടുത്തതാണ്. ആര്? മലപ്പുറം ചെമ്മലശ്ശേരിയിലെ വിപിൻദാസ് ആശാനും സംഘവും. അദ്ദേഹം ശരിക്കും നേരിട്ട് വിളിക്കാറുണ്ട്. ഫോണിലാണ് ആദ്യം വിളിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ കൃത്യമായൊരു പ്ലാനിങ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കളരിയുടെ പല മൂവ്മെൻറ്റുകളും അല്ലെങ്കിൽ കളരി ഇതിൽ നന്നായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു. 2023 ഈ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തുടങ്ങിയായിരുന്നു, സ്ക്രിപ്റ്റ് കാര്യങ്ങൾ. ആ സമയത്ത് തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, മംഗലാപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നമ്മളൊരു കളരി ശാസ്ത്രീയമായി ഉണ്ടാക്കി അവിടെ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ തുടക്കം. രണ്ട് വർഷം അദ്ദേഹം കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ 2 വർഷം കഴിഞ്ഞ് സിനിമയുടെ കാസ്റ്റിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മളെ കളരിയിലുള്ള ഒരുപാട് കുട്ടികളെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതൊരു വലിയൊരു ജേണിയാണ്. ചെറിയൊരു 2 വർഷത്തോളം ഷൂട്ടുണ്ടായിരുന്നു. ലൊക്കേഷനുകളെല്ലാം കാടുകളായാലും എല്ലാം ഔട്ട്ഡോർ ആയിരുന്നു കാര്യമായിട്ട്. ഭയങ്കര റിസ്കി ആയിട്ടുള്ള ലൊക്കേഷനുകളായിരുന്നു. പക്ഷേ നമ്മൾ എല്ലാവരും കൂടെ ആളുടെ കൂടെയുള്ള എക്സ്പീരിയൻസും ആൾ തരുന്ന ആ ഒരു ഇൻസ്പിറേഷൻ, നമ്മുടെ ടീം തരുന്ന ആ ഒരു സപ്പോർട്ട് എല്ലാം കൂടെ ആയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നത്. പക്ഷേ പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും നമ്മൾ എന്തൊക്കെ പറയണോ അതൊക്കെ അനുസരിച്ച് അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഈ മൂവി ത്രൂ ഔട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരാളെ കളരി പഠിപ്പിക്കാൻ പോയി ഒരു സംഘത്തെ മുഴുവൻ കളരി പഠിപ്പിച്ച കഥയാണ് ആത്മാ കളരി സംഘത്തിന് പറയാനുള്ളത്. കളരിയുടെ പേരും പെരുമയും തേടിയുള്ള യാത്ര തുടരുകയാണ്. തനിമയൊട്ടും ചോരാതെ അത് പകർന്നു നൽകുകയും ചെയ്യുന്നു. മുഹമ്മദ് അർഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം.